ഹലോ, ഹംദാൻ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് മഴയൊക്കെ ആയിട്ട് ആരെങ്കിലും ദുരിതത്തിലൊക്കെ ഉണ്ടോ? അള്ളാഹു എല്ലാവരും കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രോവിപ്ലെക്സ്, കോഴികൾക്ക് കൊടുക്കുന്ന ഗ്രോവിപ്ലെക്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗ്രോവിപ്ലെക്സ് അത് നമ്മൾ ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് കേട്ടോ, അല്ലാണ്ട് മെഡിസിനല്ല. ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ് കോഴികൾക്ക് കൊടുക്കുന്നത്. അത് ഏറെ ഉപകാരപ്പെടുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഏറെ ഉപകാരപ്പെടും. നമ്മളന്ന് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴികളെ വളർത്തിയിരുന്നത് അഴിച്ചു വിട്ടിട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. അന്ന് നമുക്ക് കണ്ടമാനം സ്ഥലമുണ്ട്, അഴിച്ചു വിടാനുണ്ട്. ഇന്ന് നമ്മളൊക്കെ അണുകുടുംബങ്ങളാണ്. അപ്പോൾ നമുക്കൊക്കെ 5 സെൻറ്റിൽ 3 സെൻറ്റിൽ 2 സെൻറ്റിലൊക്കെയാണ് നമ്മൾ വീട് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ആ പരിമിതിക്കുള്ളിൽ നിന്നിട്ടാണ് നമ്മൾ കോഴികളെ വളർത്തുന്നത്. അപ്പോൾ നമ്മൾ കൂട്ടിലിട്ടിട്ടാണ് വളർത്തുക. അപ്പോൾ അവർക്ക് എല്ലാ വിറ്റാമിൻസും മിനറൽസും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സപ്ലിമെൻ്റൊക്കെ കൊടുക്കുക ചെയ്യാട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ കോഴികൾക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും, വളർച്ച ഉണ്ടാവും. പിന്നെ അവരുടെ പ്രൊഡക്ഷൻ കൂടും. എന്താണെന്ന് വെച്ചാൽ മുട്ടോൽപാദനം കൂടും ഇവർക്ക്. പിന്നെ മുട്ടോൽപാദനം കൂടും. അതേപോലെ പിന്നെ ഉൽപാദനക്ഷമത കൂടും. അതേപോലെ ആ കോഴിമുട്ടയൊക്കെ നല്ല ഹാച്ചബിലിറ്റി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നല്ല വിരിയാനുള്ള ഇതുണ്ടാവും. നല്ല കൊത്തുമുട്ടകളാവും. അവരെ കോഴിമുട്ടകളൊക്കെ നല്ല നന്നായിട്ട് വിരിയും. അതേപോലെ നല്ല ഗ്രോത്ത് ഉണ്ടാവും. നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ അവർക്ക് അവരുടെ ശരീരത്തിൽ നന്നായിട്ട് പിടിക്കും. അതേപോലെ എല്ലാം കൊണ്ടും ഇവർക്ക് നല്ലതാണ് കേട്ടോ. അതാണ് ഈ ഗ്രോവിപ്ലെക്സ് കൊണ്ടുള്ള ഗുണം. അതെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ടാണ് കേട്ടോ ഗ്രോവിപ്ലെക്സ് കൊടുക്കുക. പണ്ടത്തെ ആളുകൾക്കൊന്നും ഇതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ ഈ കോഴികളെ പുറത്തേക്ക് വിടുമ്പോൾ തന്നെ അവർ പിന്നെ മണ്ണിൽ ചിക്കിച്ചകഞ്ഞ് പ്രാണികളും അതേപോലെ അവർക്ക് വേണ്ടുന്ന പുല്ല് അതേപോലെ എല്ലാ സംഗതികളും നമ്മൾക്ക് പ്രകൃതിയിൽ തന്നെ ഉണ്ടല്ലോ. നമുക്കുള്ളതും ഉണ്ട്, അവർക്കുള്ളതുണ്ട്. എല്ലാ ജീവജാലങ്ങൾക്കുള്ളതും അള്ളാഹു പ്രകൃതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവരതിൽ നിന്ന് തന്നെ കൊത്തിപ്പെറുക്കി തിന്നും. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നമ്മളെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലവുമില്ല. നമുക്കുള്ള സ്ഥലത്ത് നമ്മൾ കുറച്ച് കോഴികളെ വളർത്തുകയാണ്. അപ്പോൾ അവർക്ക് ഈ വക പിന്നെ മിനറൽസും ഒന്നും കിട്ടില്ല. അപ്പോൾ നമ്മളതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് അവർക്ക് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് മാത്രമേ അവർ തിന്നണുള്ളൂ. നമ്മൾ രാവിലെ എന്താണോ കൊടുക്കുന്നത് അത് തിന്നും. നമ്മളെന്താണോ കൊടുക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ അഴിച്ചു വിട്ട് വളർത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു സെൻറ്റ് സ്ഥലത്തൊക്കെ തന്നെ ഇപ്പോൾ ഞാനും അഴിച്ചു വിടണുള്ളൂ. അവിടെ ഇപ്പോൾ ഡെയിലി തിന്നുമ്പോൾ ഒന്നും തിന്നാണ്ടാവില്ല. ഇതന്നെയല്ലേ ഇപ്പോൾ അവരൊക്കെ നിരപ്പായി കിടക്കുന്ന സ്ഥലം പോലെയല്ലേ. അപ്പോൾ നമ്മളെന്തും അവർക്ക് കൊണ്ടിട്ട് കൊടുക്കല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള സപ്ലിമെൻറ്റുകളൊക്കെ കൊടുത്താൽ മാത്രമേ അവരുടെ വളർച്ച നന്നായിട്ടുണ്ടാവുള്ളൂ. അത് എല്ലാ പ്രായമുള്ള കുട്ടികൾക്കും കൊടുക്കുക, കുട്ടികൾക്ക് കൊടുക്കുക, മുതിർന്ന കോഴികൾക്കും കൊടുക്കുക. അതേപോലെ അനിമൽസിനെല്ലാം കൊടുക്കുക കേട്ടോ. ഇത് അനിമൽ സപ്ലിമെൻ്റാണ്, പൗൾട്രി ആൻഡ് അനിമൽ ഫീഡിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പശുക്കൾക്ക്, കോഴികൾക്ക്, ആട് അതേപോലെ എല്ലാവർക്കും കൊടുക്കുക. ഡെയിലി കൊടുക്കുക കേട്ടോ. ഡെയിലി കൊടുക്കുക. ഇത് പിന്നെ ഒരു ദിവസം കൊടുത്ത് ഒന്നരാടം കൊടുക്കുക അങ്ങനെയൊന്നുമില്ല. ഇതിന് പിന്നെ നമ്മളുടെ കോഴികൾക്ക് ഡെയിലി കൊടുക്കാൻ പറ്റുന്നതാണ്. അതിന് പ്രത്യേകിച്ചിട്ട് അളവുണ്ട്. ആ അളവിനനുസരിച്ചിട്ട് ഡെയിലി കൊടുക്കുക. കൂടുതലും എന്ത് സാധനവും കൂടുതൽ കൊടുക്കാൻ പാടില്ല, ഏത് അളവിലാണെങ്കിലും. അപ്പോൾ ഇന്ന് ഗ്രോവിപ്ലെക്സിനെ കുറിച്ചിട്ടാണ് പറയാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ ഗ്രോവിപ്ലെക്സ്. ഞാൻ ഒരുവിധമുള്ള സപ്ലിമെൻറ്റ്സൊക്കെ വാങ്ങാറുണ്ട്. കാരണം എൻ്റെ കോഴികൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഞാൻ പുറത്ത് വിടാറില്ല. അപ്പോൾ എനിക്ക് നല്ല മുട്ടോൽപാദനം ഉണ്ടാവാറുണ്ട്. എനിക്ക് അങ്ങനെ അങ്ങോട്ട് കോഴികളിൽ നിന്ന് പിന്നെ മുട്ടോൽപാദനം കുറയാറൊന്നുമില്ല. അതേപോലെ നല്ല ഗ്രോത്തും ഉണ്ടാവാറുണ്ട്. നമ്മൾ 2 മാസം 3 മാസമായ കോഴികൾക്കൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ നന്നായിട്ട് നല്ല ഗ്രോത്തിൽ അവർ വരാറുണ്ട്. അപ്പോൾ ആളുകൾക്ക് വാങ്ങാനും തോന്നും. അപ്പോൾ ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് കുലുക്കിയതിൻ്റെ ശേഷം നമ്മളിപ്പോൾ അവിടെ കൊണ്ടുപോയി വെക്കണതല്ല. അപ്പോൾ അതിങ്ങനെ അടിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഇതായി നിന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് എൻ്റെ അടുത്ത് എങ്ങനെ ഞാൻ കൊടുക്കണമെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പിന്നെ ഇതിനൊരു പാത്രം ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രം മേടിച്ചിട്ടുണ്ട്. 5 മില്ലി 10 മില്ലി 20 30 40 അങ്ങനെ ഇതിൻ്റെ ഒരു അളവ് പാത്രം ഞാൻ മേടിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ 5 മില്ലിയാണ് ഒഴിക്കുക കേട്ടോ. 5 മില്ലി ഒഴിക്കും. ആ പാത്രത്തിൻ്റെ അളവിൽ 5 മില്ലി ഒരു ഈ പാത്രത്തിലാണ് ഞാൻ കൊടുക്കുക വലിയ കോഴികൾക്ക്. അതെങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ അവർ കുടിച്ച് തീരാവും മഴയുള്ള പാത്രമുള്ള വെള്ളം കൊടുത്താൽ മതി കേട്ടോ. 5 മില്ലി ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ കൊടുത്താൽ മതി. തോനെ ഒഴിച്ച് കൊടുക്കും വേണ്ട. അതേപോലെ തോനെ വെള്ളത്തിൽ 5 മില്ലി ഒഴിച്ചിട്ട് കാര്യമില്ല. 1 ലിറ്റർ വെള്ളത്തിൽ അതേപോലെ ഞാൻ ഈ പാത്രത്തിനൊരു പാത്രം എടുക്കും. എന്നിട്ട് അതിൽ 5 മില്ലി ഒഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ഞാൻ ഏത് പാത്രമാണ് കൊടുക്കുന്നത് വെച്ചാൽ 1 ലിറ്ററിൻ്റെ പാത്രങ്ങളൊക്കെ തന്നെ എൻ്റെ അടുത്തുള്ളൂ. അതിൽ ഞാൻ 5 മില്ലി ഒഴിച്ചിട്ട്
അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കുടിച്ച് തീരും. പിന്നെ നമ്മൾ രാത്രി വെള്ളം കൊടുക്കില്ലല്ലോ. ഈ നമ്മൾ രാവിലെ ഞാൻ രാവിലെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേനും തീരും. ഉച്ചയ്ക്ക് ഒന്നും കൂടി വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും ആ വെള്ളം തീരും. പിന്നെ ഞാൻ രാത്രി വെള്ളം വെച്ച് കൊടുക്കാറില്ല. അപ്പോൾ രാത്രി വെള്ളം കൊടുക്കാത്ത കാരണം കൊണ്ട് നേരം വെളുക്കുമ്പോഴത്തേനും കോഴികൾക്ക് നന്നായിട്ട് വെള്ളം കുടിക്കാനുള്ളൊരു പിന്നെ ദാഹം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൊണ്ടുപോയി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ കുടിച്ച് തീർക്കും. അതാണ് ചെയ്യാറ്. പിന്നെ കണ്ടമാനം വെള്ളം തട്ടിത്തൂവി പോവാനും കൂട്ടിൽ തട്ടിത്തൂവി പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ കല്ലൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുക. കാരണം തട്ടി മറിഞ്ഞ് പോകണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ കളറ്. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ പാത്രത്തിലാണ് ഞാൻ അളക്കുക. എല്ലാ മരുന്നും ഞാൻ ഇങ്ങനെയാണ് അളക്കുക. ഇത് ഇവർക്കായിട്ട് ഞാൻ മേടിച്ച് വെച്ചൊരു പാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഗ്രോവിപ്ലെക്സ്. ഇത് കണ്ടില്ലേ, ന്യൂട്രീഷൻ സപ്ലിമെൻ്റാണ്, പൗൾട്രി ആൻഡ് അനിമൽ ഫീഡ് എന്ന്. ഇതിൽ കണ്ട കോഴികൾക്ക്, അതേപോലെ ബഫലോ, പശു, അങ്ങനെ. ഇത് 500 ഇതിന് 95 രൂപയാണ് കേട്ടോ വില. നിങ്ങൾ കണ്ട 95 രൂപയാണ് ഇതിന് വില. ഇത് 500 ml കേട്ടോ. 500 ml 95 രൂപയുള്ളൂ. ഇത്ര പോകുന്നൊരു ബോട്ടിൽ. ഇത് 500 ml ബോട്ടിലാണ്. ഇതിനാണ് 95 രൂപയുള്ള 500 ml ബോട്ടിലിന്. പിന്നെ ഇതിൽ തന്നെ നമ്മളെല്ലാം എഴുതിയിട്ടുണ്ട്, ഇതെങ്ങനെയൊക്കെ കൊടുക്കണം, എന്തൊക്കെ കൊടുക്കണം. കണ്ട ന്യൂട്രീഷണൽ വാല്യൂ 5 മില്ലി. 5 മില്ലിയിൽ അടങ്ങിയിട്ടുള്ളതാണ് പറയണ്ട. വിറ്റാമിൻ B2, ഡി പാത്തനോൾ, അതേപോലെ വിറ്റാമിൻ B6, വിറ്റാമിൻ B12, നിക്കോട്ടിമിനമൈഡ്, കോളിൻ ക്ലോറൈഡ്, ലൈസിൻ മോണോ ഹൈഡ്രോക്ലോറൈഡ്, അതേപോലെ അതിൻ്റെ അളവും കൊടുത്തിട്ടുണ്ട്. 1.25 mg, 65 mg, 62 mg, 6.25 mcg, അങ്ങനെ എല്ലതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ ബെനിഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ഒപ്റ്റിമൈസ്ഡ് ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ഷൻ, ഒപ്റ്റിമൈസ് FCR, എഗ് പ്രൊഡക്ഷൻ ആൻഡ് ഹാച്ചബിലിറ്റി ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ യൂസേജും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പൗൾട്രിക്ക് 15 to 20 മില്ലി, 100 ബേഡ്സ് ഡെയിലി ഇൻ ഡ്രിങ്കിങ് വാട്ടർ. പിന്നെ കാറ്റിൽ ആൻഡ് ബഫലോ 100 ml ഡെയിലി. അങ്ങനെ സ്റ്റോർ അറ്റ് റൂം ടെമ്പറേച്ചർ, പ്രൊട്ടക്റ്റ് ഫ്രം ഡയറക്റ്റ് ലൈറ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ എഴുതിയ പോലെയൊക്കെ നമ്മൾ സപ്ലിമെൻറ്റ് ഫോർ പൗൾട്രി ആൻഡ് അനിമൽ ഫീഡിങ്, നോട്ട് ഫോർ മെഡിസിൻ യൂസേജ്, ഇങ്ങനെയൊക്കെ ഇതിൽ തന്നെ നമുക്ക് എല്ലാതും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ബോട്ടിൽ വാങ്ങിയിട്ട് അതിൽ പറഞ്ഞ രീതിക്ക് കൊടുത്താൽ മതി. നമുക്കിപ്പോൾ കോഴിയുടെ കാര്യമല്ലേ നോക്കണ്ടുള്ളൂ. അപ്പോൾ ഒരു 5 മില്ലി എടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കുക. കണ്ടാൽ നമ്മൾ കോഴികൾക്ക് വെച്ച് കൊടുത്തപ്പോൾ കോഴികൾ കുടിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇന്നലെ രാത്രി വെള്ളം കൊടുത്തിട്ടില്ല. രാത്രി ഞാൻ ഇന്നും വെള്ളം കൊടുക്കാറില്ല. രാത്രി വെള്ളം കൊടുക്കാത്ത കാരണം കൊണ്ട് അവർ പെട്ടെന്ന് അത് കുടിച്ച് തീർക്കും. ഇപ്പോൾ തന്നെ ഒരു വിധമൊക്കെ ഇപ്പോൾ കുടിച്ച് തീരും കേട്ടോ. ഞാൻ ഉച്ചയാകുമ്പോഴത്തേനും ഈ വെള്ളം മൊത്തം കുടിച്ച് തീരും. അങ്ങനെ നമുക്ക് നമ്മളുടെ ഒരു കൺട്രോളിൽ നമ്മൾ കോഴിനെ വളർത്തി കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല വരുമാനമാണ് കേട്ടോ. വരുമാനം വെച്ചാൽ ഇതിൽ വരുമാനം കുറവും ഉണ്ടാവും, കൂടുതലും ഉണ്ടാവും. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ എന്നോട് കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി. ഞാനപ്പോൾ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ. താങ്ക് യു.